പ്രിയപ്പെട്ടവരെ, മറ്റൊരു SCERT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2-ലെ 11ാമത്തെ അധ്യായം വിവേചനത്തിനെതിരെ എന്ന പാഠഭാഗമാണ്. മനുഷ്യവംശത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്ക, ആഫ്രിക്കൻ വൻകരയിലെ പ്രധാനപ്പെട്ട രാജ്യം. ഈ ദക്ഷിണാഫ്രിക്കയുടെ അടിസ്ഥാന വിവരങ്ങൾ അവിടുത്തെ കോളനിവൽക്കരണം, ഭൂവർ യുദ്ധങ്ങൾ, കോളനി വിരുദ്ധ പോരാട്ടങ്ങൾ, വർണ്ണവിവേചനത്തിനെതിരെ ഉണ്ടായിട്ടുള്ള പോരാട്ടങ്ങൾ, നെൽസൺ മണ്ടേലയുടെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. 11ാം അധ്യായം വിവേചനത്തിനെതിരെ. ഈ പാഠഭാഗം ആരംഭിക്കുന്നതിനെ നോക്കൂ. നിങ്ങൾക്കിവിടെ ഈ പാഠഭാഗത്ത് ഒരു കോട്ടിങ്സോട് കൂടി ലോകപ്രശസ്തനായ പോരാളി നെൽസൺ മണ്ടേല, മാഡീബ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രിറ്റോറിയ വിചാരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ പാഠഭാഗത്തിൻ്റെ തുടക്കം തന്നെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെൻറ്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു തുണ്ട് ഭൂമിയില്ല, എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? വളരെ ശക്തമായിട്ടുള്ള വാക്കുകളാണ് ഇതിനകത്ത്. നെൽസൺ മണ്ടേല അദ്ദേഹത്തിൻ്റെ ഒരു വിചാരണ, പ്രിറ്റോറിയ വിചാരണ 1962 ആ വിചാരണ സമയത്ത് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ ഓർക്കേണ്ട ഒന്ന് വർണ്ണവിവേചനത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ താനടങ്ങുന്ന, നെൽസൺ മണ്ടേല അടങ്ങുന്ന ആ സമുദായം അല്ലെങ്കിൽ ആ സമൂഹം, അവരോട് സർക്കാരുകൾ കാണിക്കുന്ന ഈ പക്ഷപാതം, അതിനെ പറ്റിയിട്ടും സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം അല്ലേ. ഇവിടെ ആദ്യം തന്നെ ചോദിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് മുകളിൽ കൊടുത്തത് അല്ലേ. ആരാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയത്? ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? അപ്പോൾ വർണ്ണവിവേചനം എന്ന് പറയുന്നത് കളറിൻ്റെ പേരിലുള്ള വിവേചനം അല്ലേ. വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും, കറുത്ത വർഗ്ഗക്കാർ കാലാകാലങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ വിവേചനം. നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ വർണ്ണവിവേചനം നമുക്കറിയാം നടക്കുന്നുണ്ട്. യൂറോപ്യന്മാർ പലപ്പോഴും വർണ്ണവെറിയന്മാരായി പലപ്പോഴും മാറാറുണ്ട്. ഇതിനൊക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ പോലും നമുക്കറിയാം ഫുട്ബോളിനകത്തൊക്കെ വർണ്ണവിവേചനം, ഈ റേസിസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല വിഖ്യാതരായിട്ടുള്ള ഫുട്ബോൾ കളിക്കാർക്ക് നേരെയും അത് ഇന്നും തുടരുന്നു. വിനീഷ്യസ് ജൂനിയർ, അതുപോലെ തന്നെ മാരിയോ ബലോട്ടെല്ലി തുടങ്ങിയിട്ടുള്ള കളിക്കാരൊക്കെ പലപ്പോഴും കളിക്കളത്തിൽ പോലും ഇത് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിലും ഈ ഒരു അവസ്ഥ അല്ലേ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം ആരാണ് നടപ്പിലാക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു ചരിത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെ ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിൻ്റെ 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്കൻ ജനത നേരിട്ട വിവേചനത്തെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പാഠഭാഗം തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഇവിടെ നെൽസൺ മണ്ടേലയെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പൊരുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്.
വർണ്ണവിവേചനത്തിനെതിരായും അദ്ദേഹം ശക്തമായി പോരാടി എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, നമുക്ക് നമ്മുടെ പിന്നെ ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് പ്രധാനപ്പെട്ട ലോകത്തെ പ്രധാന വൻകരകൾ നമുക്കറിയാം. ലോകഭൂപടത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഒരു ലോകഭൂപടം കാണിക്കുന്നു അല്ലേ. പിന്നെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആസ്ട്രേലിയ, ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കൻ വൻകരയിലാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആഫ്രിക്ക, ഈ വൻകര ഇതാണ് ആഫ്രിക്ക എന്ന് പറയുന്ന വൻകര. അവിടെ നമ്മൾ കണ്ടല്ലോ അല്ലെ, ജോഹന്നാസ്ബർഗ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് സൗത്ത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്ന അവിടെയാണ് അല്ലേ. ഈ ആഫ്രിക്ക എന്ന് പറയുന്ന വൻകരയുടെ ഒരറ്റത്താണ് സൗത്ത് ആഫ്രിക്ക ഉള്ളത്. ഓക്കെ, ഇനി അവിടുത്തെ പ്രത്യേകതകൾ, ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്ഥാനം, ഭൂപ്രകൃതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ലോകഭൂപടം നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആഫ്രിക്ക എന്ന് പറയുന്നൊരു വലിയ ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെയാണ് ആഫ്രിക്കയെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. സത്യത്തിൽ അതിനെ ഇരുട്ടിലാക്കിയത് അവിടുത്തെ വിഭവങ്ങളെല്ലാം കൊള്ളയടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള യൂറോപ്യന്മാരാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരവും ഭാഷയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തകർക്കുകയും അവിടുത്തെ വിഭവങ്ങളെല്ലാം കൊള്ളയടിക്കുകയാണ് ഈ യൂറോപ്യന്മാരെ ആഫ്രിക്കയെ കീഴടക്കി കോളനിയാക്കി വെച്ച് ചെയ്തത്. അതാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ ആഫ്രിക്കയുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഈ ആഫ്രിക്ക എന്ന് പറയുന്ന വൻകരയിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അത് നമുക്ക് ഭൂപടത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ജോഹന്നാസ്ബർഗ്, നോക്കൂ, ദക്ഷിണാഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ജോഹന്നാസ്ബർഗ് എന്ന് പറയുന്നത്. ആ സ്ഥലം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്ന മുനമ്പ്, അത് നമ്മൾ മുന്നേ നമ്മുടെ ബർത്തലോമയും അതുപോലെ തന്നെ നമ്മുടെ വാസ്കോഡിഗാമയൊക്കെ ഈ മുനമ്പ് ചുറ്റിയിട്ടാണ് വാസ്കോഡിഗാമ ഇന്ത്യയിലേക്ക്, കേരളത്തിലെത്തുന്നത്. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദക്ഷിണാഫ്രിക്ക, ഇനി സ്ഥാനം, ഭൂപ്രകൃതി. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്താണ് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അവിടെ നമ്മൾ ഭൂപടത്തിനകത്ത് കാണാം, ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം ഇതാ ഇവിടെ, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് മഹാസമുദ്രം ഇവിടെ ഉണ്ട്. ഈ രണ്ടും ഈ അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. വിശാലമായ തീരപ്രദേശങ്ങളുണ്ട്, കാരണം രണ്ട് കടലുമായി അതിർത്തി പങ്കിടുകയാണ്, ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് മഹാസമുദ്രം. ഇപ്പോൾ വിശാലമായിട്ടുള്ള തീരപ്രദേശമുണ്ട്. അതുപോലെ തന്നെ വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും ഉയർന്ന പർവ്വതനിരകളും വൻ നദികളും വെള്ളച്ചാട്ടങ്ങളും വരണ്ട മരുപ്രദേശവും തുടങ്ങി വൈവിധ്യമാർന്നൊരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിൽ നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യസമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് യൂറോപ്യരെ ഇവിടേക്ക് ആകർഷിച്ചത് എന്ന ഒരു ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും വളരെ പ്രധാനമുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പീഠഭൂമികൾ, ഉയർന്ന പർവ്വതനിര, വൻ നദികൾ, വരണ്ട മരുപ്രദേശം, ഇതൊക്കെ ആ രാജ്യത്തെ വ്യത്യസ്തമാക്കുകയാണ്. കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യസമ്പത്ത്, ഇതൊക്കെയാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് യൂറോപ്യരെ ആകർഷിച്ചത്. അടുത്ത് ദക്ഷിണാഫ്രിക്കയുടെ
ചില കാര്യങ്ങൾ ഗ്ലോബും അറ്റ്ലസും ഒക്കെ നിരീക്ഷിച്ച് കണ്ടെത്താനാണ് ഏതൊക്കെ അക്ഷാംശ രേഖാംശ രേഖകൾക്കിടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ദക്ഷിണ അക്ഷാംശം 22 ഡിഗ്രി 7 മിനിറ്റിനും 14 ഡിഗ്രി 50 മിനിറ്റിനും ഇടയിലാണ് ദക്ഷിണ അക്ഷാംശം സ്ഥിതി ചെയ്യുന്നത്. ഇനി പൂർവ്വ രേഖാംശം 16 ഡിഗ്രി 27 മിനിറ്റിനും 32 ഡിഗ്രി 52 മിനിറ്റിനും ഇടയിലാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്, ദക്ഷിണാഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, ഒന്ന് നമീബിയ എന്ന് പറയുന്ന രാജ്യം. നമീബിയ എന്ന് പറയുന്ന രാജ്യം വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് നമീബിയ എന്ന് പറയുന്നത്. ഇനി വടക്ക് സ്ഥിതി ചെയ്യുന്ന രാജ്യം ബോട്സ്വാന സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യമാണ്. ബോട്സ്വാന. അതുപോലെ തന്നെ സിംബാബ്വെ എന്ന് പറയുന്ന ഒരു രാജ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സിംബാബ്വെ. ഓക്കെ. അപ്പോൾ നമീബിയാണ് വടക്ക് പടിഞ്ഞാറ് നമീബിയ, വടക്ക് ബോട്സ്വാന, സിംബാബ്വെ. ഇനി കിഴക്ക് അതിർത്തിയിൽ പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് കിഴക്ക്. ഇസ്വാറ്റിനി എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് നമീബിയ, വടക്ക് ബോട്സ്വാന, സിംബാബ്വെ, കിഴക്ക് ഇസ്വാറ്റിനി എന്ന് പറയുന്ന രാജ്യം. പിന്നെ അതുപോലെ തന്നെ ചുറ്റുമുള്ള സമുദ്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, തെക്ക് കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രവും, അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രവും, തെക്ക് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് മഹാസമുദ്രവും. അപ്പോൾ ക്ലിയർ ആയല്ലോ. ദക്ഷിണാഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, ഇസ്വാറ്റിനി. വടക്ക് പടിഞ്ഞാറ് നമീബിയ, വടക്ക് ബോട്സ്വാന, സിംബാബ്വെ, കിഴക്ക് ഇസ്വാറ്റിനി. ചുറ്റുമുള്ള സമുദ്രങ്ങൾ ചോദിച്ചാൽ തെക്ക് കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രവും, തെക്ക് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് മഹാസമുദ്രവും. ഇനി അവിടെ ശുഭപ്രതീക്ഷാ മുനമ്പിനെ പറ്റി അവിടെ പറയുന്നു അല്ലേ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയില്ലേ. ഗുഡ് ഹോപ്പ് മുനമ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷാ മുനമ്പ്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയാലേ ഏഷ്യൻ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്ന എന്ന അർത്ഥത്തിലാണ് ഇവിടം ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം എന്നുള്ളത് അല്ലേ. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് അറ്റ്ലാന്റിക് സമുദ്ര തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് ഏഷ്യ വൻകരയെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്ന എന്ന അർത്ഥത്തിലാണ് ഇതിനെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. ഇനി കോളനിവൽക്കരണത്തെ പറ്റിയാണ് പറയുന്നത്. എന്താണ് കോളനിവൽക്കരണം? ദക്ഷിണാഫ്രിക്ക എങ്ങനെയാണ് കോളനിവൽക്കരിക്കപ്പെട്ടത്? കോളനിവൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അല്ലേ. കോളനിവൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു ദേശത്തെ, ഒരു പ്രദേശത്തെ അവിടുത്തെ അവരുടെ ജനങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നു. അതെങ്ങനെ അധികാരം സ്ഥാപിക്കുന്നത്? രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. അവിടെ
അധികാരം സ്ഥാപിക്കുക, അവിടുത്തെ രാഷ്ട്രീയം, സാമൂഹികം, സാമ്പത്തികം, സാംസ്കാരികം ഈ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അങ്ങനെ ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുകയാണ്. സാൻ ഖോസ അല്ലെ, സാൻ ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യമുണ്ട്, ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ ആരൊക്കെയായിരുന്നു? അപ്പോൾ സാൻ ഖോസ വിഭാഗമായിരുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. സാൻ ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു അല്ലേ ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത്. മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആഫ്രിക്കയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തി തുടങ്ങി. അപ്പോൾ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ എന്ത് ചെയ്തു, പിന്നെ ദക്ഷിണാഫ്രിക്ക എത്തി തുടങ്ങി. പിന്നീട് 17-ാം നൂറ്റാണ്ടോടു കൂടി അവർ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യം ഡച്ചുകാരാണ് സ്വാധീനം ശക്തമാക്കിയത്. അപ്പോൾ 17-ാം നൂറ്റാണ്ടോടു കൂടി സൗത്ത് ആഫ്രിക്കയിൽ സ്വാധീനം ശക്തമാക്കിയത് ആരാണ്? ഡച്ചുകാരാണ്. കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറി. വെരി ഇമ്പോർട്ടൻറ്റ്. 17-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്യന്മാർ വരാൻ തുടങ്ങി. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ അവിടെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കി. കേപ്പ് ടൗൺ എന്ന് പറയുന്ന പ്രദേശം അവരുടെ പ്രധാനപ്പെട്ട കോളനിയായി മാറി. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ആരെത്തി? ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ സ്വന്തമാക്കുക ആഫ്രിക്കൻ അവരുടെ ലക്ഷ്യതായിരുന്നു. ആഫ്രിക്കൻ വൻകരയിൽ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് 18-ാം നൂറ്റാണ്ടോടെയാണ് ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നത്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അവിടെ കൂടുതൽ പ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കയിലെ വൻകരയിലെ സമ്പത്ത് കൈക്കലാക്കുക, മറ്റു യൂറോപ്യന്മാരുടെ മേൽ എന്ത് ചെയ്യുക? ഒരു അധീശത്വം, അവരുടെ മേലൊരു അധീശത്വം സ്ഥാപിക്കുക. അതുപോലെ തന്നെ ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഒരു ഇടത്താവളമാക്കുക. ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരെ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കുന്നു. ഗ്രേറ്റ് ട്രക്ക്. അവിടെ ഭൂവറുകൾ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭൂവറുകൾ എന്നറിയപ്പെടുന്ന ആരാണ്? യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ നെതർലാൻഡ്, നമ്മൾ പറഞ്ഞല്ലോ ഡച്ചുകാർ. ഈ നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് അല്ലേ? നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി. നെതർലാൻഡ് മാത്രമല്ല, നെതർലാൻഡും ഉണ്ട്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ഈ ഭൂവറുകൾ എന്നറിയപ്പെടുന്നത്. യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയിട്ടുള്ള നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ അവരുടെ പിന്മുറക്കാരാണ് ഈ ഭൂവറുകൾ എന്നറിയപ്പെടുന്നത്. ഈ കൃഷിക്കാരൻ എന്നാണ് ഈ പദത്തിൻ്റെ, ഭൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. ഇമ്പോർട്ടൻറ്റ്. ഭൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം എന്താ? കൃഷിക്കാരൻ എന്നാണ്. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ പിൽക്കാലത്ത് ഇവർ അറിയപ്പെടുന്നത് ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കൻസ് എന്നും അറിയപ്പെട്ടു. നമ്മളിപ്പോൾ പറയാൻ ആഫ്രിക്കൻസ് എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ സത്യത്തിൽ ഭൂവറുകളാണ് പിന്നീട് പിൽക്കാലത്ത് ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കൻസ് എന്നും അറിയപ്പെട്ടത്. അപ്പോൾ ആരാണ് ഭൂവറുകൾ? യൂറോപ്പിൽ നിന്നും ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നവരാണ്. അവർ ഏത് രാജ്യത്തു നിന്ന് വന്നവരാ? നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ്. കൃഷിക്കാരൻ എന്നാണ് ഭൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. പിൽക്കാലത്ത് ഇവർ ആഫ്രിക്കാനർ എന്നും ആഫ്രിക്കൻസ് എന്നും അറിയപ്പെട്ടു. പിന്നീട് ബ്രിട്ടീഷുകാർ അവർ വന്നു, 18-ാം നൂറ്റാണ്ടിൽ വന്ന്, നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അവർ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ എന്ത് ചെയ്തു? ഈ ഭൂവർമാരെ ബാധിച്ചു അല്ലേ? അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ കേപ്പ് കോളനി ഡച്ചുകാരുടെ കയ്യിലായിരുന്നല്ലോ, അത് ഇവർ പിടിച്ചെടുത്തു.
ആര് പിടിച്ചെടുത്തു? ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. അവർ ചില നയങ്ങൾ അവിടെ നടപ്പിലാക്കി. എന്താണ്? ഡച്ചു ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ആദ്യം ചെയ്തത് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. എന്നിട്ട് ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഒരൊറ്റ ലാംഗ്വേജ് ആക്കി മാറ്റി. അപ്പോൾ ഈ സാമ്രാജ്യത്വം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി അതൊക്കെയാണ്. ഭാഷ അടിച്ചേൽപ്പിക്കുക, അവിടുത്തെ സംസ്കാരം തകർക്കുക എന്നുള്ളതൊക്കെ വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് നമുക്കറിയാം, ഇംഗ്ലീഷുകാർ വന്ന് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, മെക്കാളയുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നയമൊക്കെ നമുക്കറിയാലോ. അപ്പം അതുപോലെയാണ് അവർ അവിടെ കേപ്പ് കോളനി പിടിച്ചെടുത്തു ഡച്ചുകാരുടെ കയ്യിൽ നിന്ന്. അവിടെ ബ്രിട്ടൻ എന്ത് ചെയ്തു? ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. ഏറ്റവും പ്രധാനം ഡച്ചു ഭാഷ ഒഴിവാക്കി, അതിന് ഉപരോധം ഏർപ്പെടുത്തി. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി മാറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകൾ ഇത് പ്രതികൂലമായി ബാധിച്ചു. രണ്ടാമത്തെ ഒരു ഘടകം, ഒന്ന് ഡച്ച് ഭാഷ നിരോധിച്ച് അവിടെ ഇംഗ്ലീഷ് ഭാഷയാക്കി. മറ്റൊന്ന് ബ്രിട്ടൻ എന്ത് ചെയ്തു? അവിടെ അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയ ബൂവറുകൾ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു. അങ്ങനെ ബ്രിട്ടൻ ഇങ്ങനെ നടപ്പിലാക്കിയ ഈ നയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനത്തിനെയാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. എന്താണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്? ഇതൊരു തരത്തിലൊരു പലായനമാണ്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുക, അതിനാണ് പലായനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബൂവറുകൾ ഈ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് നടത്തിയ ഒരു പലായനമാണ് ഗ്രേറ്റ് ട്രക്ക്. അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇംഗ്ലീഷുകാർ അവിടെ നടപ്പിലാക്കിയ 2 നയങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു നയം, ഡച്ച് ഭാഷ ഉപരോധം ഏർപ്പെടുത്തി, അവിടെ ഇംഗ്ലീഷ് ഭാഷയാക്കി. മറ്റൊന്ന്, അടിമത്തം നിരോധിച്ചു. ഈ 2 പോയിന്റുകൾ ഓർക്കുക. ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു, അല്ലേ? പിന്നീട് ബൂവറുകൾ എവിടെയാണ് അവരുടെ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത്? ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ തുടങ്ങിയിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിലേക്ക്, ബൂവർ യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ ബൂവറുകൾ ആരാണെന്ന് പറഞ്ഞു, അവർ പലായനം ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ബൂവർ യുദ്ധങ്ങളാണ്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ സ്വർണവും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ വജ്ര ഉൽപാദകരായി ദക്ഷിണാഫ്രിക്ക മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. സ്വാഭാവികമായിട്ടും ബ്രിട്ടന് അറിയും, അല്ലേ? അപ്പോൾ അവരുടെ ഭാഗമാക്കി മാറ്റണമല്ലോ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ബൂവറുകൾ അതിന് സമ്മതിക്കില്ല. അങ്ങനെയാണ് ഈ ബൂവർ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും സ്വർണ്ണ വജ്ര ഉൽപാദനം, അല്ലേ, അത് കണ്ടെത്തി അവിടെ. അതിൻ്റെ ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. അതോടുകൂടി ലോകത്തിൻ്റെ പ്രധാന സ്വർണ്ണ വജ്ര ഉൽപാദകരായി ദക്ഷിണാഫ്രിക്ക മാറുന്നു. ഇത് സ്വന്തമാക്കാൻ വേണ്ടി, ആ ഭാഗം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ബൂവർ യുദ്ധങ്ങൾ 1, 2 അങ്ങനെ ബൂവർ യുദ്ധങ്ങളുണ്ട്. അപ്പോൾ 1-ാം ബൂവർ യുദ്ധം ആദ്യം ചർച്ച ചെയ്യുന്നത് 1-ാം ബൂവർ യുദ്ധമാണ്. എന്താണ് 1-ാം ബൂവർ യുദ്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു, അല്ലേ? ബ്രിട്ടൻ എന്ത് ചെയ്തു? ട്രാൻസ്വാൾ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തു. ഇതോടെ 1-ാം ബൂവർ യുദ്ധം 1880-81 ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്ക് രൂപീകരിക്കുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-ാം ബൂവർ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിച്ചു. അവർക്ക് ട്രാൻസ്വാളും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് അവർ ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്ക് രൂപീകരിക്കുകയും ചെയ്തു. ഇനി 2-ാം ബൂവർ യുദ്ധമാണ് ഇനി പറയാനുള്ളത്. 2-ാം ബൂവർ യുദ്ധം
സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ച കാരണം. അപ്പോൾ കാരണം എന്താണ്? സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങൾ. ഭൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ഭൂവർ ഭരണാധികാരികൾ എന്ത് ചെയ്തു? ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചു. അതിൻ്റെ വർഷം ഒക്കെ നമ്മൾ വർഷം 1899 1902. വലിയൊരു യുദ്ധമാണ് രണ്ടാം ബൂവർ യുദ്ധം. അതിൻ്റെ കാരണം എന്താണ്? സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കമാണ് അതിൻ്റെ ഒരു കാരണം. പ്രധാനമായിട്ടും ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി, അല്ലേ? ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഇത് നിരസിച്ചതോടുകൂടിയാണ് രണ്ടാം ബൂവർ യുദ്ധം ആരംഭിക്കുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. ഒന്നാം ബൂവർ യുദ്ധത്തിൽ ബൂവറുകൾ ജയിച്ചു. രണ്ടാം ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. വെരിനിക്കിംഗ് സന്ധി, ആ സന്ധിയുടെ പേര് ഓർക്കുക. വെരിനിക്കിംഗ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചു. ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കന്മാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. അപ്പോൾ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചെങ്കിൽ അവിടെ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ അവർ പ്രത്യേക ഭരണഘടന അനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനർമാർ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അവിടേക്ക് കുടിയേറിയ ആൾക്കാർ, അവർക്കും ബ്രിട്ടീഷുകാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് കടക്കുന്ന ഈ പാഠഭാഗത്തിൽ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെത്തുന്നു. നോക്കൂ, അവിടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ MK ഗാന്ധിയുടെ ആത്മകഥയാണ്, ഓട്ടോബയോഗ്രഫിയാണ്. ആ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എന്ന് പറയുന്ന ഈ ഭാഗം ആരംഭിക്കുന്നത്. മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്നു. നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു. അയാൾ പ്രതികരിച്ചു, ഡർബാനിൽ വെച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് എറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരുമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. പോലീസുകാരൻ വന്നു. അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി. എൻ്റെ സാധനങ്ങളും പുറത്തേക്ക് എറിഞ്ഞു. വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബർത്തുണ്ടായിരുന്നു. ഡർബനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിഡ്സ്ബർഗിൽ ഞാൻ വാങ്ങി. ഇപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന MK ഗാന്ധിയുടെ, നമ്മുടെ മഹാത്മജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അല്ലേ ആണ് ഇതിൽ വിവരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥയാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നത്. നോക്കൂ, എന്ത് സാമൂഹിക വ്യവസ്ഥയാണ് അവിടെ അല്ലേ? നിറത്തിൻ്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ. അപ്പോൾ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് എന്നാണ്? 1893 വെരി ഇമ്പോർട്ടൻറ്റ്. 1893 സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി എത്തുന്നത്. ഗാന്ധിയുടെ ആത്മകഥയെ പറ്റി കൂടുതൽ പറയാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല, നമുക്കറിയുന്നതാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം 1893 അപ്രഖ്യാപിത വർണ്ണ വിവേചനത്തിൻ്റെ കാലമായിരുന്നു അവിടെ. അപ്രഖ്യാപിത വർണ്ണ വിവേചനം അത് കാലമായിരുന്നു. അന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ചൊരു ഇംഗ്ലീഷ് പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം അദ്ദേഹം എഴുതി. എങ്ങനെ എഴുതിയത്? ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ.
വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ് കോട്ടിങ്സ്. ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. രണ്ടാം ഭൂവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഗാന്ധിജി സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരരീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ഇവിടെയായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി സത്യാഗ്രഹവും നിസ്സഹകരണവും നിയമലംഘനവും ഒക്കെ ആദ്യം പരീക്ഷിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് സൗത്ത് ആഫ്രിക്ക അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഗാന്ധിജി സത്യാഗ്രഹവും നിസ്സഹകരണവും നിയമലംഘനവും ഒക്കെ സമരരീതികൾ പരീക്ഷിക്കുന്നത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് സൗത്ത് ആഫ്രിക്കയെ വിളിക്കുന്നത്. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നു. നമ്മൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ചരിത്രമാണ് ഇനി പറയുന്നത്. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. അല്ലേ, ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി മാറിയല്ലോ. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അവിടെ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ ആര് കൊണ്ടുവന്നു? ഇവർ കൊണ്ടുവന്നു. അല്ലേ, പാർപ്പിടം, താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലയിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ ഇവർ കൊണ്ടുവന്നു. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ്. ഇമ്പോർട്ടൻറ്റ്. സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാനുണ്ടായ കാരണം അവിടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ കുറേ നയങ്ങൾ, അല്ലേ, കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ്, സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ നിഷേധിച്ചു. ഇങ്ങനെ ഈ സമയത്ത് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച ഒരു സംഘടനയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ്. അതാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. വിവേചനരഹിത ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരമാർഗങ്ങളും ആവിഷ്കരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങൾ, അവയുടെ ഫലങ്ങളും എന്തൊക്കെയായിരുന്നു എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നോക്കൂ, അവിടെ വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ നിയമങ്ങൾ, അതിൻ്റെ ഫലങ്ങളുമാണ് പറയുന്നത്. ഒന്ന് ഖനി തൊഴിൽ നിയമമാണ്. ഖനി തൊഴിൽ നിയമം, അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾക്ക്, അല്ലെ, വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്തു. നല്ല സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലുകളക്കാർക്ക്, വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം. ഒന്നാമത്തെ നിയമം അതായിരുന്നു. പ്രാദേശിക ഭൂനിയമം, നേറ്റീവ്സ് ലാൻഡ് ആക്ട് എന്ന് പറയും. കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല. കറുത്ത വർഗ്ഗക്കാർക്ക് റിസർവ് ചെയ്ത ചില സ്ഥലങ്ങൾ അവിടെ മാത്രം, മറ്റിടത്തൊന്നും വാങ്ങാൻ പറ്റില്ല. മറ്റൊന്ന് പ്രാദേശിക നഗരപ്രദേശ നിയമം, ദ നേറ്റീവ്സ് അർബൻ ഏരിയാസ് ആക്ട്. കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. മറ്റൊരു നിയമമായിരുന്നു വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം, സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്. കറുത്ത വർഗ്ഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ശരിക്കും ഒരു വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമങ്ങളായിരുന്നു ഈ 4 നിയമങ്ങൾ. ഖനി തൊഴിൽ നിയമം, പ്രാദേശിക ഭൂനിയമം, പ്രാദേശിക നഗരപ്രദേശ നിയമം, വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം. ഇവിടെയാണ് ഇനി നെൽസൺ മണ്ടേല എന്ന് പറയുന്നൊരു പോരാളി ജനിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഈ പാഠഭാഗത്തിൻ്റെ മറ്റൊരു പ്രാധാന്യമുള്ളൊരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നു. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ രാഷ്ട്രപതി, അല്ലെങ്കിൽ അവരുടെ വിമോചന നായകനൊക്കെ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന മണ്ടേലയെ പറ്റിയാണ്, മാഡിബയെ പറ്റിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. 1918
ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജ കുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ച വർഷം 1918 ജൂലൈ 18 ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിൽ, ട്രാൻസ്കി പ്രവിശ്യയിൽ രോഹി ലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. രോലി ലാഹ്ല. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ പേരെന്താണ് എന്ന് ചോദിക്കാം അല്ലേ. രോലി ലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിതാവ് മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡ്ല ഹെൻറി മണ്ടേലെ, മാതാവ് നോസ്കെനി ഫന്നിയുമാണ്. അപ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അഡ്വക്കേറ്റായി മാറുകയും ചെയ്തു. അപ്പോൾ നെൽസൺ മണ്ടേല അദ്ദേഹം ജനിച്ചത് ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിൽ 1918 ജൂലൈ 18. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? രോലി ലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം 1994 അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വർക്കാണ്, പുസ്തകമാണ്. എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിൻഗേൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എംഡിൻഗേൻ എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിലെ കോട്ടിങ്സ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കോട്ടിങ്സ്, ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്കെടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ ഹാജരാക്കാൻ അവനോട് ഉത്തരവിടും. അല്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിലെറിയും. അവൻ്റെ വളർച്ചയെ തളർത്തുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗത്തിനകത്തും ആഫ്രിക്കയിലെ തദ്ദേശീയ മനുഷ്യർ അനുഭവിക്കുന്ന ചൂഷണങ്ങളും പ്രയാസങ്ങളെയും പറ്റിയിട്ടാണ് പറയുന്നത്. അവരുടെ ജീവിതാവസ്ഥകളെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കൂ, ഈ പാഠഭാഗത്തിന് ഇനിയാണ് അല്ലേ നെൽസൺ മണ്ടേല നാടിൻ്റെ വിമോചനത്തിനായിട്ട് ഇനി ഇറങ്ങണം. ഈ കോളനിവൽക്കരണത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ഈ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിൽ ഒരു യൂത്ത് ലീഗ് എന്ന ഒരു യുവജന സംഘടന രൂപീകരിക്കുക. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിൽ അദ്ദേഹം അംഗത്വം എടുക്കുകയും ചെയ്തു. അവിടെ വാൾട്ടർ സിസ്ലു, പേരുകൾ ഓർക്കണം, വാൾട്ടർ സിസ്ലു, ഒലിവർ തംബോ, ഡെസ്മണ്ട് ടുട്ടു തുടങ്ങിയവരായിരുന്നു മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ച മറ്റു പ്രധാന നേതാക്കൾ. മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവർ: വാൾട്ടർ സിസ്ലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു എന്നിവർ. ഇനി അപ്പാർത്തൈഡ്, വർണ്ണവിവേചനത്തെ പറ്റിയാണ് ഈ പാഠഭാഗത്തിലെ അവസാന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വർണ്ണവിവേചനം. എന്താണ് വർണ്ണവിവേചനം എന്ന് പറയുന്നത്? കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വംശീയവും സാമ്പത്തികമായി ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ സാമൂഹിക ക്രമമാണ് വർണ്ണവിവേചനം. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്നും വെളുത്ത വർഗ്ഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങൾ പ്രധാനപ്പെട്ടവയാണ് ചുവടെ ചേർക്കുന്നത്. ഏതൊക്കെയാണ്? പാസ് നിയമം, ഗ്രൂപ്പ് ഏരിയ നിയമം, ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം, ബൻഡു അധികാര നിയമം, പ്രത്യേക സൗകര്യ സംവരണ നിയമം, ബൻഡു വിദ്യാഭ്യാസ നിയമം. ഇതൊക്കെയാണ് അപ്പാർത്തൈഡ് ലോസ് എന്ന് പറയുന്നത്. വർണ്ണവിവേചന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ നിയമമാണ് പാസ് നിയമം.
കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി വേണം, പാസ് വേണം. രണ്ടാമത്തത് ഗ്രൂപ്പ് ഏരിയ നിയമം. വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി. ഈ വ്യവസ്ഥ മഹാവർണ്ണ വിവേചനം എന്നാണ്, ഗ്രേറ്റ് അപ്പാർത്തീഡ് എന്നാണ് അറിയപ്പെടുന്നത്. മാറ്റുക, ആളുകളെ എന്ത് ചെയ്യുക, വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുക. മൂന്നാമത്താണ് ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം. 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാകുന്ന ഒരു തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. നാലാമത്തെ നിയമമാണ് ബൻഡു അധികാര നിയമം, ഹോംലാൻഡ് സിസ്റ്റം ബൻഡു അതോറിറ്റീസ് ആക്ട്. കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായിട്ട് മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യാം. മറ്റൊരു നിയമമാണ് പ്രത്യേക സൗകര്യ സംവരണ നിയമം. മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ആശുപത്രി, സ്കൂൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിക്കും. അവസാനത്തെ നിയമമാണ് ബൻഡു വിദ്യാഭ്യാസ നിയമം. കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിൽ ഉള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഈ മനുഷ്യർ അനുഭവിക്കുന്ന വലിയ കഷ്ടപ്പാടുകളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്ക സ്ഥാപിച്ച ചില മുന്നറിയിപ്പ് ബോർഡുകളാണ്. വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം, യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം, അതുപോലെ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം പ്രവേശനം. ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡിൽ കൊടുത്ത് തദ്ദേശീയരെ സൂക്ഷിക്കുക. ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം ഡർബൻ കടൽത്തീരം വെളുത്ത വർഗ്ഗക്കാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർ സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രതകളാണ് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇത്തരം മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ വോട്ടവകാശമില്ലാത്തവരും ഭരണാവകാശവും വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ടവരുമായി തീർന്നു. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിട്ടു. ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി. ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാന സമരങ്ങളാണ്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ആദ്യകാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരങ്ങളായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഹ്വാനം അനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ, അതുപോലെ തന്നെ സാധാ ജനങ്ങളെല്ലാം സമരത്തിൽ ഒത്തുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത് പ്രതിഷേധക്കാർ അറസ്റ്റിനും അവരെ തടവിലുമാക്കി. 1956 നമ്മുടെ മാഡിബയെ, നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് നീണ്ട കാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ആഫ്രിക്കൻ വർഷം. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന വർഷമാണ് 1960. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ്വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചതും 1960-ലാണ്. അപ്പോൾ 1960 വലിയ പ്രാധാന്യമുണ്ട്. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതുപോലെ തന്നെ പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ്വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്ത് ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചതും 1960-ലാണ്. റോബൻ ദ്വീപ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാറിലെ കാലാപാനി ജയിലിനുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. റോബൻ ദ്വീപ് പ്രാധാന്യമുള്ളതാണ്. റോബൻ ദ്വീപിൽ അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നാടുകടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപായിരുന്നു. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഏത് ദ്വീപിലാണ്? ഈ റോബൻ ദ്വീപിലാണ്. വോട്ടവകാശം, വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് എന്ന പുതിയ സമര രീതി ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ടവകാശം, വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ വീട്ടിലിരിപ്പ്, സ്റ്റേ അറ്റ് ഹോം എന്ന പുതിയ സമരരീതി സംഘടിപ്പിച്ചു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇതെല്ലാം അടഞ്ഞുകിടന്നു. ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായ സമരമായിരുന്നു വീട്ടിലിരിപ്പ്, സ്റ്റേ അറ്റ് ഹോം സ്ട്രൈക്ക് എന്ന് പറയുന്നത്. സമാധാനപരമായ സമരങ്ങൾ ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾ ആഹ്വാനം ചെയ്തു. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച്
നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. റോബൻ ദ്വീപിലും പോൾസ്മോർ ജയിലിലുമായി അദ്ദേഹം 26 വർഷം, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 26 പോൾസ്മോർ ജയിലുമായിട്ട് അദ്ദേഹം 26 വർഷം കഠിനമായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന് പ്രമേയം പാസ്സാക്കിയതോടെ നാട്ടിലാകെ കലാപം പടർന്നു. അങ്ങനെ ഈ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെൻറ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർന്നുണ്ടായ സംഘർഷങ്ങൾ ധാരാളം കറുത്തവർഗ്ഗക്കാർ കൊല്ലപ്പെട്ടു. പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കി കൊണ്ട് എന്ത് ചെയ്തു, നടപടി ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ നിരോധനം നീക്കി. 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി. 1990 ഫെബ്രുവരി 11. അങ്ങനെ 1991 വർണ്ണവിവേചന നയം പിൻവലിച്ചു. 94 ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രസിഡന്റ് സ്ഥാനമേറ്റ നെൽസൺ മണ്ടേല നടത്തിയ പ്രസംഗം. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ ഒരു ഗവൺമെൻറ്റിന് ന്യായമായ അധികാരം അവകാശപ്പെടാനില്ല എന്ന് 1994 സ്വാതന്ത്ര്യം ചാർട്ടറിൻ്റെ പ്രാരംഭ വാക്കുകളിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തുള്ളത്. വളരെ പ്രാധാന്യമുള്ള ഒരു പാഠഭാഗമാണ് വിവേചനത്തിനെതിരെ എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ അടിസ്ഥാന വിവരങ്ങൾ, അവിടുത്തെ കോളനിവൽക്കരണം, ഭൂവർ യുദ്ധങ്ങൾ, കോളനി വിരുദ്ധ പോരാട്ടങ്ങൾ, വർണ്ണവിവേചനം, നെൽസൺ മണ്ടേല, ഇത്രയും പോയിന്റുകളാണ് ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.